Hello my dear souls, welcome back to my YouTube channel Tarot Mitra. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ആൻഡ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്, അവരുടെ മനസ്സിലുള്ള ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പ് എടുക്കുന്ന സമയത്ത് തുടക്കത്തിൽ നല്ല രീതിയിൽ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പായിരുന്നു നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ അത്രയേറെ തീവ്രമായിട്ടും അത്രയേറെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തും പൊയ്ക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിലാണ് ഇടയ്ക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ പല കാര്യങ്ങളും കയറി വരികയും അതേപോലെ നിങ്ങളുടെ റിലേഷൻ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിലാണ് നിങ്ങൾ പിന്നെ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഉണ്ടായിരുന്ന ഒരു ബാലൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ബാലൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. പതിയെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ടായി. ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ലവറായിട്ട് ട്രാവൽ ചെയ്യുന്നത്, മാരേജ് ചെയ്യുന്നത്, അവരുടെ ലൈഫ്, അങ്ങനെ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്, പലയിടത്ത് പോയിരിക്കുന്നതായാലും പല സ്പോർട്സ് കാണാതിരിക്കുന്നതായാലും അങ്ങനെ ഒരുപാട് ഫാമിലി റിലേറ്റീവും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു, ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഒരു നിമിഷം കൊണ്ട്, ഒരു മൊമെൻറ്റ് കൊണ്ട് അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്കിനി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ഇനി ഒരിക്കലും ആ ഒരു പഴയ തോട്ട് വരത്തില്ല എന്ന രീതിയിലാണുള്ളത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നിങ്ങളുടെ ഫെമിനിൻ എനർജി ഭയങ്കര ഹൈ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതേപോലെ അവരുടെ ഉള്ളിൽ നിങ്ങളുടെ ആ ഒരു ജെന്യുവിനിറ്റി, സ്നേഹം അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് പീക്കിൽ അവർ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു നിമിഷങ്ങളിലൊക്കെ തന്നെ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണാൻ വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ആലോചിച്ച് അവർ ഒരുപാട് കുറ്റബോധം അവർക്ക് തോന്നുന്നുണ്ട്. അവർക്ക് രാത്രികാലങ്ങളിൽ അവർക്ക് നന്നായിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കാരണം ഭയങ്കരമായിട്ടൊരു ഗിൽറ്റ് അവർക്ക് ഫീൽ ചെയ്യുവാണ്. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഈ സെപ്പറേഷൻ ആവാൻ കാരണം അവർ ഇതിനകത്തൊരു തെറ്റ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങളെ കുറ്റപ്പെടുത്തി, നിങ്ങളാണ് തെറ്റ് ചെയ്തത്, നിങ്ങളാണ് ഇതിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിയാണ് ചെയ്തത്. പക്ഷെ അതൊരുപാട് തെറ്റായിപ്പോൾ അത് ഒന്നും മനസ്സിലാക്കിയില്ല. മറ്റാർക്കൊക്കെ വേണ്ടിയില്ല നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളിലേക്ക് കടന്നു വരികയും ആ തേർഡ് പാർട്ടി എന്ന വ്യക്തിക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ റിലേഷനിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അവരെ മനസ്സിലാക്കാനും. അതേപോലെ തന്നെ അവരെന്ത് തെറ്റ് ചെയ്താലും പോട്ടെ എല്ലാം ശരിയാവും, ഒരിക്കലും ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നാവും, ശരിയായിട്ട് വരും എന്നൊരു ട്രസ്റ്റ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരു ട്രോമയാണ് അവരിൽ നിന്ന് ലഭിച്ചത്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചാൽ പോലും അവരിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും അതേ രീതിയിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങളുടെ പേഴ്സണും ഇപ്പോഴും നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ കഴിയുന്നില്ല. നിങ്ങൾ അവരുടെ കൂടെ തന്നെ വേണം, നിങ്ങളോട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം. അവർ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ വന്ന് സംസാരിക്കാനും അവർ ചെയ്ത തെറ്റ് നിങ്ങളോട് സോറി പറയാനൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊന്ന് മെസ്സേജ് അയക്കുക, ഒന്ന് കോൾ ചെയ്യുക, നേരിട്ട് കാണാനൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ആണെങ്കിൽ ഇവിടെ അവർക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടാതെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ അറിയുകയൊക്കെ ചെയ്ത സമയത്ത് നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ക്ലാരിറ്റി കിട്ടാതെ നിങ്ങളുടെ പേഴ്സൺ ഇരുന്നായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് എല്ലാത്തിനും ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ആ ഒരു സിൻസിയറിറ്റി അവരിലേക്ക് യൂണിവേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിവൈൻ്റെ ഒരു പവർ തന്നെ അവരുടെ ലൈഫിലേക്ക് അത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിടയിൽ ഇനി സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിടയിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരാൻ പോവാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആയെന്ന് ഇവിടെ എൻ്റെ പല വ്യൂവേഴ്സിനും ഇവിടെ അവർക്ക് അറിയത്തില്ല നിങ്ങൾ എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആയി, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ ഇട്ടേച്ച് ചെയ്തത്. ചിലരുടെ വൺ സൈഡ് ലവ് ആയിട്ടുള്ളവരുടെ ഉണ്ട്, മാരീഡ് കഴിഞ്ഞ കപ്പിൾസിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ ലവേഴ്സായിട്ട് നിൽക്കുന്നവരുടെ ഉണ്ട്. സോ പലരുടെയും കേസിലാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ട് നിങ്ങളെ വിട്ടേച്ച് പോയി, എന്തിനാണ് അവരിങ്ങനൊരു കാര്യം എന്നോട് ചെയ്തത്, ഞാൻ അവരോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ കാര്യം സംഭവിച്ചു എന്നെ ആ ഒരു നിങ്ങളും റിലേഷൻ നിന്ന സമയത്ത്, നിങ്ങളും അത്രയും സ്നേഹിച്ച സമയത്ത് നിങ്ങൾക്ക് ചെറുതായിട്ടൊരു വിഷമം വന്നാൽ, നിങ്ങൾ സങ്കടപ്പെട്ടാൽ, നിങ്ങളുടെ സൗണ്ട് ഒന്ന് മാറിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് ചേഞ്ച് ആയാൽ, അപ്പം നല്ല രീതിയിൽ കെയർ ചെയ്ത് നിങ്ങളെ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ അവർ പോയ ശേഷം നിങ്ങൾ അനുഭവിക്കുന്ന പെയിനോ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടോ അത് പറഞ്ഞിട്ടോ അവർക്ക് അതിൽ യാതൊരു മാറ്റവും ഇല്ല. മനസ്സിലായോ? അവരത് കണക്കാക്കുന്ന പോലുമില്ല, അവരത് മനസ്സിലാക്കുന്ന പോലുമില്ല.
അവർക്ക് അതിലൊന്നും മനസ്സിലാക്കാത്തൊരവസ്ഥയിലായിരുന്നു നിങ്ങൾ ഇട്ടേച്ചത്. പക്ഷേ ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം പെയിൻ എടുത്തിരുന്നു, അവരെ നഷ്ടമായി പോയ കാര്യത്തിലും നിങ്ങൾ എത്രത്തോളം ഒരു പെയിൻ എടുത്തിരുന്നു. നിങ്ങൾ എത്ര നന്നായിട്ടാണ് അവരെ സ്നേഹിച്ചത്, എത്ര ജെന്യുവിനായിട്ടാണ്. നിങ്ങളൊന്നും എക്സ്പെക്റ്റ് അവരുടെ മണിയോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസോ പവറോ ലുക്കോ ഇതൊന്നുമല്ല. നിങ്ങൾ അവരോടുള്ള ഒരു സിൻസിയറായിട്ട് സ്നേഹം, ആ ഒരു പ്രണയം, അത്രയും ആത്മാർത്ഥയുടെ ആ ഒരു അൺകണ്ടീഷണൽ ലവ് മാത്രമായിരുന്നു നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഡ്രീമിൽ മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം ക്യാരക്ടേഴ്സ് ആണോ, ആ ഒരു ഇമോഷണലി നിങ്ങളോട് ഭയങ്കര രീതിയിൽ അറ്റാച്ച് ആവുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലായോ? ആ ഒരു ഡ്രീംസിൽ പോലും യൂണിവേഴ്സ് നിങ്ങളായിട്ടുള്ള മെമ്മറീസ് കൊണ്ടുവരും, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് യൂണിവേഴ്സ് തന്നെ ആ പേഴ്സൺ ഡ്രീമിൽ അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? എന്തായാലും ഇവിടെ ഒരുപാട് റിലേഷൻ ഒരു റീബർത്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായി? ഒരു ഡെഡ് സിറ്റുവേഷൻ നിന്ന്, അതായത് എല്ലാം അവസാനിച്ച് പോയി, ഇനി ഒന്നുമില്ല, എല്ലാം എൻഡിങ് ആയി. ഇപ്പം നിങ്ങൾ ഒരുപാട് പേര് പലരുടെയും വീഡിയോസ് ഇരുന്ന് കാണുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ എപ്പം തിരിച്ച് വരുമെന്ന് കണ്ട് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഞാൻ ആരുടെയും വീഡിയോ കാണില്ല, ഇനി എനിക്ക് വേണ്ട, എൻ്റെ പേഴ്സൺ ഒരിക്കലും തിരിച്ചു തരത്തില്ല എന്നൊരു ഹോപ്പ്ലെസ്സായിട്ട് നിൽക്കുന്ന പല വ്യക്തികളും എൻ്റെ വ്യൂവേഴ്സിനകത്ത് ഇപ്പോൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള മെസ്സേജാണിത്. ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇന്ന് മുതൽ നിങ്ങൾക്ക് ഒരുപാട് രീതി എക്സ്പെക്റ്റ് ചെയ്യാൻ പറയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ചാൻസ് ഭയങ്കര കൂടുതലായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ട്. കാരണം ഹോപ്പ്ലെസ് ആയിട്ട് നിൽക്കുന്നവർക്കാണ് ആ ചാൻസ് കൂടുതലായിട്ടുള്ളത്. എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരു തുടക്കമില്ല, ഇതാണ് ഇതിൻ്റെ അവസാനം എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർക്കുണ്ട്. ആ വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഓടി വരാൻ പോകണം. ഭയങ്കര മിറാക്കിളായിട്ടുള്ളൊരു സംഭവമായിരിക്കും നടക്കുക. നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കും അവർ എൻട്രി വരുന്നത്. ഉറപ്പായിട്ടും അവിടെ ഒരു മെസ്സേജോ കോളോ എന്തെങ്കിലും ഒരു രീതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇനി സംഭവിക്കാൻ വേണ്ടി ഒരു ചാൻസ് വളരെ കൂടുതലായിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാണെങ്കിൽ ഇപ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവർ ഒരുപാട് രീതിയിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവരൊരുപാട് ശ്രമിക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി മാറാൻ വേണ്ടി പൂർണ്ണമായിട്ടും തയ്യാറാണ്. നിങ്ങൾ എങ്ങനെ അവർ ആഗ്രഹിക്കുന്നു, എങ്ങനെ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വേണമോ, നിങ്ങളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന, മെസ്സേജ് ചെയ്യുന്ന, ചാറ്റ് ചെയ്യുന്ന, കോൾ ചെയ്യുന്ന, നിങ്ങൾ നേരിട്ട് കാണാൻ വരുന്നു, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നു, അങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അവരെ വേണ്ടത്, അവരുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ആ രീതി മാറാൻ വേണ്ടിയിട്ട് അവർ പൂർണ്ണമായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, സോ ഇവിടെ മെയിനായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവർ ക്യാരക്ടർ ചേഞ്ച് ആവാൻ പോവാണ്. അതേപോലെ നിങ്ങളുടെ ഇമോഷൻസ് ഒരു ടൈമിൽ അവരൊട്ടും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് പെയിൻ വരുന്നതോ സാഡ് വരുന്നതോ ഒക്കെ നിങ്ങളമ്മ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ ശേഷം ഇതൊന്നും അവർ മനസ്സിലാക്കാൻ നിൽക്കുമായിരുന്നു. സോ അതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ആണ് ഇനി വരാൻ പോകുന്നത്. മിറാക്കിൾസ് ആയിട്ടൊരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം വേണ്ടത് നിങ്ങൾ വേറെ എങ്ങും നിങ്ങൾ അവരെ തന്നെ ചൂസ് ചെയ്യുക. നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് വരും. കാരണം അവർക്കൊരു തോന്നലുണ്ട്, അവർ വരാൻ ലേറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോവുമോ, അവരെ നഷ്ടപ്പെട്ടു പോവുമോ എന്നൊക്കെ ഭയങ്കരമായിട്ടൊരു ഉൾപ്പേടി അവർക്ക് നന്നായിട്ടുണ്ട്. സോ അതുകൊണ്ട് അവരതിലൊരു ഈഗോയിസ്റ്റായിട്ടൊരു കാര്യം അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഭയങ്കര നിങ്ങളുടെ പോസസീവ് നേച്ചർ അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ ഒരു വാല്യൂ അവർ തിരിച്ചറിയുന്നതും അത് ഇന്ന് എക്സ്പ്രസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നതും, നിങ്ങൾ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ടും, നിങ്ങൾ ഒരു സ്നേഹത്തിന് എത്രത്തോളം വാല്യൂ ആയിട്ടുള്ള ആൾക്കാരാണ്, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ച പോലെ ഇന്ന് വരെ ഒരാളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായ ഫീലിങ്സ്, അതേപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടായിരുന്ന ഒരു ടൈം, നിങ്ങളുടെ ലോകം എന്ന് പറയുന്ന ഈ വ്യക്തി തന്നെ ചുരുങ്ങിപ്പോയിരുന്നു ഒരു ടൈമിൽ. സോ അങ്ങനെ വരെ നിങ്ങൾ ആ വ്യക്തി എന്ന് പറഞ്ഞ് മറ്റെല്ലാവരും അവോയ്ഡ് ചെയ്ത് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടൊരു ജീവിതമായിരുന്നു നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ വ്യക്തി അത് മനസ്സിലാക്കിയിരുന്നില്ല. നിങ്ങൾ ഇത്രയും സിൻസിയറായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കാതെ, അണ്ടർസ്റ്റാൻഡ്
അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെയായിരുന്നു അവർ നിന്നിരുന്നത്. അതിലിവിടെ ഒരു വലിയ ചേഞ്ചാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അവരതൊക്കെ തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി തന്നെയാണ് അവരിവിടെ നിൽക്കുകയും ചെയ്യുന്നത്. അതായത് അവർക്കൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് മാരേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളമ്മ ഒരുമിച്ച് ജീവിക്കണം, നിങ്ങളമ്മ ഒരു മാരേജ് പോസിബിൾ ആവണം, ഇക്കാര്യങ്ങളൊക്കെ തന്നെ അവർ ഭയങ്കരമായിട്ട് ചേസ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർ ഈ ഒരു സമയത്ത്, ഈ ഒരു ടൈം പീരീഡിൽ അവർ ആ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അവരെ തന്നെ ഒരുപാട് ഹീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. അവരുടെ ക്യാരക്ടർ ചേഞ്ച് ആക്കാനും എല്ലാത്തിനും കൺട്രോൾ ചെയ്യാനും. അവർക്ക് ഭയങ്കരമായിട്ട് ആങ്കർ ഇഷ്യൂസ് ഉള്ള പല വ്യക്തികളും നിങ്ങളുടെ പേഴ്സണലിനകത്തുണ്ട്. സോ അവരതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പുതിയൊരു ജീവിതം, പുതിയൊരു ബിഗിനിങ് നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി തോന്നാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഇതാണെങ്കിൽ ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. സോ നിങ്ങൾ ഏത് ടൈമിലാണോ ഒരു വീഡിയോ കാണുന്നത് ആ ടൈം മുതൽ ഈ ഒരു ഇത് വാലിഡ് ആയിരിക്കും. നിങ്ങൾക്ക് ആ സമയം മുതൽ ഇത് റെസൊണേറ്റ് ആയിട്ട് എടുക്കാം. സോ നിങ്ങൾക്ക് ഈ പറയുന്ന സിറ്റുവേഷനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണക്റ്റ് ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. ഇൻ കേസ് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട്, സ്പെല്ലും ചെയ്യുന്നുണ്ട്. സ്പെല്ലെന്ന് പറയുന്നത് നിങ്ങളൊരു ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ ഒരുമിക്കാൻ ആഗ്രഹമുണ്ട്, അവരുടെ ഒരുമിച്ച് ജീവിതം, ഒരു കല്യാണം കഴിക്കാനും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കാനും വേണ്ടിയിട്ട് സ്പെല്ല് ചെയ്യാവുന്നതാണ്. സോ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഈ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നമ്പറിലോട്ട് കൊടുക്കുന്നതാണ്. സോ ഈ നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയച്ചാൽ കോൾ ചെയ്യേണ്ട, വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയച്ചോ, ടെക്സ്റ്റ് മെസ്സേജ് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി. ഞാൻ അവിടെ റിപ്ലൈ ചെയ്യുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ ഷെയർ ചെയ്യാം. സോ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ അറിഞ്ഞിരിക്കുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇതിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇടുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്, ഇതിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുകയും നിങ്ങൾ ചോദിക്കുന്നതിനുള്ള ഉത്തരങ്ങൾ വരെ നിങ്ങൾക്ക് ആ റീഡിങ്ങിനകത്ത് കിട്ടുകയും ചെയ്യും. സോ നിങ്ങൾക്കത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് പറയാം, നമുക്ക് അത് റീഡിങ് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. എന്തായാലും ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. സോ നിങ്ങൾക്ക് തന്നെ പറയാം, നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ എന്താണ് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അറിയേണ്ടതെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.